അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടല്ലോ എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഞാൻ അതിന് മുന്നേ ശ്വാസം മുട്ടുന്നത് കേട്ടോ. ഈ ഒരു പെട്ടി നിറച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത് പൊക്കി അലമാര ഇരുന്ന് അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു പോയേ. അപ്പം എന്താ ഇതിനകത്തുള്ള നമുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഈ പെട്ടി നിറച്ച് നമുക്ക് ഇവിടുന്ന് മാമ തന്നിട്ടുള്ള പല പ്രാവശ്യമായിട്ട് തന്നിട്ടുള്ള തുണികളാണ്, ഡ്രസ്സുകളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ് തന്നിരിക്കുന്നത്. ഇത് നിറച്ച് ഇതിൽ 2-3 ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു അറബി കളയുന്നതൊക്കെ എടുത്തങ്ങ് ഇടുന്നുണ്ടല്ലോ എന്ന് എനിക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും തരുന്ന സാധനം നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ, ഓരോരുത്തർക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് തന്നെ ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ടല്ലേ. അപ്പം അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യം ചെന്നവരാണ്. നമുക്കൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ എനിക്കിത് നിറച്ച് മാമ തന്ന ഡ്രസ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഈ വിൻ്റർ സീസൺ ആയപ്പോൾ എനിക്ക് തന്നെയാണ് കേട്ടോ. ഇത് ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല, ഞാൻ ഇട്ടിട്ടുമില്ല. പുറത്തങ്ങനെ ഞാൻ എവിടെയും പോയപ്പം ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നല്ലൊരു പച്ച കളറ് ടോപ്പാണ് കേട്ടോ. തണുപ്പത്തിടാൻ പറ്റിയ ഒരു ടോപ്പാണിത്. പിന്നെ ഇതൊരു അബായാണ് കേട്ടോ. ഇത് ബ്ലാക്ക് അബായാണ്. നല്ലപോലെ കാണിച്ചു തരാൻ കണ്ടോ, നല്ല ബ്ലാക്ക് അബായാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു അബായൊക്കെയാണ്. കൈയുടെ ഭാഗമൊക്കെ ഉണ്ടോ. അടുത്തതൊരു ലേഡീസ് ഷർട്ടാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് കാണാൻ നാട്ടിലൊക്കെ വരുമ്പം ഇടാം. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഞാൻ പുറത്ത് കൊടുക്കും കേട്ടോ. നാട്ടിൽ വരുമ്പം കുറച്ച് പേർക്ക് ഞാൻ ഇത് കൊടുക്കുവേ. കാരണം ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നും എനിക്ക് വേണ്ട. ഇതൊരു പാൻറ്റാണ് കേട്ടോ. പലാസോ മോഡല് ഒരു ബ്ലൂ കളറ് പാൻസാണ്. ഇതൊരു ഫുൾ വൈറ്റ് ഒരു ടോപ്പാണ് കേട്ടോ. ഫുൾ വൈറ്റ്, അത്യാവശ്യം കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ്. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം, നല്ല രസമാണ് കേട്ടോ. ഇതെല്ലാം കൂടുതലും ക്രോപ്പ് ടോപ്പുകളാണ് കേട്ടോ. കൂടുതലും കൈ വരുന്നത് ഒക്കെയാണ്. നല്ല നല്ല ക്രോപ്പ് ടോപ്പുകളാണ്. ഇതെൻ്റെ ജീൻസിൻ്റെ അവിടെ ഇടാൻ പറ്റിയ നല്ല ഹാഫ് സ്ലീവ് ഷർട്ടാണ് കേട്ടോ. ഇതൊക്കെ ലേഡീസിൻ്റെയാണ് കേട്ടോ, എല്ലാം ലേഡീസിൻ്റെയാണ്. ഇതുണ്ടോ, നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് കോട്ട് പോലെ ഇടാൻ പറ്റിയ നല്ല ജീൻസിൻ്റെ ചെറിയ ക്രോപ്പ് ടോപ്പുകളാണ് ഇതൊക്കെ. ഇതും ഒരു പർദ്ദയാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതും അബായാണ് കേട്ടോ, ഗ്രീൻ കളറ്. ഇതിനെ ഞാൻ നോട്ട് കാണിക്കണം, അബായ ആയതുകൊണ്ടാണ് ഞാൻ നോട്ട് കാണിക്കാത്തത്. കണ്ടോ, ഇതും അബായാണ് കേട്ടോ. അവരിങ്ങനെ വർഷമൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ സ്റ്റോക്കെല്ലാം അവരിങ്ങ് ഇറക്കും അലമാരയ്ക്കകത്തുനിന്ന്. എന്നിട്ട് പുതിയ സാധനങ്ങൾ എടുക്കും. എല്ലാം നല്ല സൂപ്പർ ക്രോപ്പ് ടോപ്പുകളാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കസിൻസിനൊക്കെ കൊടുക്കണം. ഇതുണ്ടോ, ഒക്കെ നല്ല ടോപ്പുകളാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ മടക്കി വെക്കണമെന്ന് ആലോചിക്കുമ്പോഴാണേ, ഇതൊക്കെ ഹാഫ് സ്ലീവാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇടാം, വീട്ടിലെല്ലാം പുറത്തിടാം. പക്ഷേ ഞാൻ ഹാഫ് സ്ലീവ് ഒന്നും പുറത്തിട്ടുകൊണ്ട് പോകാറില്ല. അല്ലേ, ഇത് ഹാഫ് സ്ലീവ് ഒക്കെയാണ്.
ഫുൾ സ്ലീവാണ്. ഇത് കാണാൻ നല്ല രസമാണ്, നല്ല കളറാണ്. കണ്ടോ? അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് പുറത്തിട്ടുകൊണ്ട് പോകാൻ അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാനിതെല്ലാം ഇവിടെ അങ്ങനെ പുറത്തിട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഇടാറൊന്നുമില്ല. ഇതൊരു വൈറ്റ്. ഇനി ഇതൊക്കെ നാട്ടിൽ കൊടുത്ത് വിടുന്ന കാര്യമാണ്. ഇതൊക്കെ ലഗേജിൽ ഇനി കയറ്റി വിടണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. പക്ഷെ കണ്ണാടി പോലെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അടിയിലൊക്കെ വേറെ മോഡൽ എന്താ അടിയിലൊക്കെ നല്ല ഇന്നറൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ക്രോപ്പ് ടോപ്പുകളാണ്. ഞാൻ മുമ്പേ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നേ കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതൊക്കെ അളിച്ച് വാരി എടുത്തിട്ട് ഞാൻ തന്നെ തിരിച്ച് മടക്കി വെക്കണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതൊക്കെ ഇനി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. ഇത് നല്ല രസമാണ്. കണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണിത്. ഇട്ടിട്ടൊന്നുമില്ല. അത്യാവശ്യം ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇതിനകത്തുണ്ടോ. കാണാൻ നല്ല രസമാണ്. വേണ്ട, സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ നേരെ ചൊവ്വേ നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. ഇതൊന്നും ഇതിങ്ങനില്ല, എന്തോ പറയല്ലോ, ഒരു ടൈപ്പ് നൈറ്റി ഉണ്ടല്ലോ ഇങ്ങനെ വള അടക്കുന്ന ഇവിടെ ഇങ്ങനെ ഷേപ്പ് വരുന്നത്. അതിൻ്റെ പേര് കഫ്താനോ എന്താണ്, അതുപോലെ വരുന്ന സാധനമാണ് കേട്ടോ ഇത്. പക്ഷെ ടോപ്പാണത്. ഇത് തന്ന പാടെ അന്നേ മടക്കി പെട്ടിക്കകത്ത് വെച്ചതാണ്. പിന്നെ ഇതൊന്നും എടുത്ത് നോക്കിയിട്ട് പോലുമില്ല. ഇത് കണ്ടോ? നല്ല വൈറ്റ് സൂപ്പറാട്ടോ ഇത് കാണാൻ. കണ്ടോ? സൂപ്പർ ഒരു ടോപ്പാണ്. ഇങ്ങനെ ഇവിടെയൊക്കെ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഈ പെട്ടി നിറച്ച് ഇതാണ് കേട്ടോ. ഈ പെട്ടി നിറച്ച് ഇതാണ്. നിങ്ങളിത് കണ്ട് ബോറടിക്കത്തില്ലല്ലോ. ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ നാട്ടിൽ വരുമ്പം ഞാൻ ആർക്കെങ്കിലൊക്കെ കൊടുക്കുന്ന ഞാൻ പറയാം. കാരണം ഇത് ഇവിടുന്ന് ആദ്യം നാട്ടിലോട്ട് എത്തിക്കണമല്ലോ. കണ്ടോ? നാട്ടിൽ ചെന്നിട്ട് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ഡ്രസ്സായിട്ടുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ കസിൻസൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കണം എനിക്ക് കേട്ടോ. ഇക്കടെ വീട്ടിൽ കുട്ടികളുണ്ട്. എൻ്റെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ആരൊന്നുമില്ല. ഇക്കടെ വീട്ടിലുണ്ട്, കൊച്ചുങ്ങളുണ്ട്. അവർക്കൊക്കെ ചേരും. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് കൊടുക്കുന്നതുണ്ടോ. ഇത് നല്ല രസമാണ്. കണ്ടോ? സൂപ്പറല്ലേ? എല്ലാ ഡ്രസ്സും അടിപൊളിയാണ്. ഈ പെട്ടി നിറച്ചതാണ്. ഇനി ഞാൻ നൂത്ത് കാണിക്കുന്നില്ല. ഇങ്ങനെ കാണിക്കാവേ. ഇതുണ്ടോ? ഇത് ടോപ്പാണ്. ഉണ്ട്, ഇതും ടോപ്പാണ്. ഇത് ടോപ്പാണ്. ഇതൊരു ഇച്ചിരി ലെങ്ത് കൂടിയിട്ടുള്ള കണ്ടോ ടോപ്പുകളാണ്. കാരണം ഇത് ഇത്രയും മടക്കി ഞാൻ വെക്കണ്ടേ. ഇതുണ്ടോ? വേണ്ടേ? ഇത് ടോപ്പാണ്. വേണ്ടേ? ഇത് ടോപ്പാണ്. ഇത് ടോപ്പാണ്. പിന്നെ വേറെ കുറേ വലിയ ഫ്ലവറൊക്കെ വരുന്ന അങ്ങനത്തെ കുറേ ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ഇടത്തില്ലല്ലോ. ഇടാത്ത സാധനമൊക്കെ അത് പിന്നല്ല കൈയില്ലാത്തത് അങ്ങനത്തെയൊക്കെ പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ ഇതുണ്ട്, ഈ ബലദിയ പോലുള്ള
ഡൊണേറ്റ് ചെയ്യുന്നിടമുണ്ട്, അവിടെ കൊണ്ടിട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ അങ്ങ് അവിടെ കൊണ്ടിട്ട് കൊടുത്ത്. ഇത് നല്ലൊരു ഷർട്ടാണ് കേട്ടോ. ഇതൊരു വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഷർട്ട് ഒരു പ്രാവശ്യം. നല്ലൊരു ഷർട്ടാണ്. പിന്നെ ഇതുകൊണ്ട് ആ ഇരിക്കുന്ന മൊത്തവും ഇതാണ്. ഈ സെക്ഷൻ കണ്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നാട്ടിൽ വരുമ്പം അർഹതപ്പെട്ടവർക്ക് ഞാനത് കൊടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാം കൂടെ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഞാൻ അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുക്കും. ഡ്രസ്സുകളല്ലേ, പിന്നെ ഇവരൊന്നും ഒരുപാടൊന്നും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അല്ല ഇതൊന്നും. അവരൊക്കെ 1, 2, 3 പ്രാവശ്യം മാത്രമേ ഇതൊക്കെ ഇടത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിടാം. പിന്നെ എല്ലാം നല്ല അടിപൊളി കമ്പനിയുടെ സാധനങ്ങളാണ്. എല്ലാം നല്ല സൂപ്പർ കമ്പനിയാണ്. സാറയിലെയും H&M ഒക്കെയാണ് കേട്ടോ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. പക്ഷെ കയ്യില്ല. എൻ്റെ ആമിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ? ഞാനിതിന് 2 തവണ ഇട്ട് കാണിച്ചിട്ടുള്ള വീഡിയോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നാട്ടിൽ വന്നിട്ട് അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും. എനിക്ക് എടുത്തിട്ട് ബാക്കി ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് തുണികളാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കണ്ടല്ലോ. ഓൾമോസ്റ്റ് കുറേയൊക്കെ ഞാൻ കാണിച്ചു. ഇതുണ്ടോ, ഇതിങ്ങനെ എന്താ ബോഡി ഫിറ്റായി കിടക്കുന്നൊരു ഡ്രസ്സാണ്. ഇത് ഞാൻ വെച്ച് നാട്ടിൽ പോയിട്ട് എൻ്റെ ആമിച്ചിക്ക് വെട്ടി തയ്ച്ചു കൊടുക്കാമെന്ന് വെച്ച്. ഇതാകുമ്പോൾ 2 എണ്ണം ആക്കാം. 2 എണ്ണം ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഷോൾഡറിൽ ഓരോ വള്ളി പിടിപ്പിച്ചാൽ മതി. അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ അങ്ങ് കൊടുത്തു. കുറച്ച് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബൈ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.